ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അഭിപ്രായം അറിയാൻ, ആലോചന ചോദിക്കാൻ നമുക്ക് കഴിയൂ എന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിരവധി പേരാണ് അങ്ങനെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന നിലയ്ക്ക് എന്നോട് സംശയം ചോദിച്ചത്. പറഞ്ഞതിൽ വ്യക്തതയില്ലായ്മ കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറയാം. നമ്മളൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നവരും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ നമ്മുടെ അഭിപ്രായം ആരായുകയും ചെയ്യുന്നവരാണ്. നമ്മളൊരു അഭിപ്രായം ഒരാളോട് പറയുമ്പോൾ അത് അയാൾക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അയാൾക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലാതിരിക്കണം. നമുക്കൊരു അഭിപ്രായവും ആഗ്രഹവും ഉണ്ടായിരിക്കെ നാം മറ്റൊരാളോട് അഭിപ്രായം ചോദിച്ചാൽ അയാൾ പറയുന്ന അഭിപ്രായം നമുക്കെതിരാണെങ്കിൽ നിശ്ചയമായും നമുക്കത് ഉൾക്കൊള്ളാനാകില്ല. നാം അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ അഭിപ്രായത്തിൽ തന്നെയായിരിക്കും. മറ്റേയാൾ അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം അവിടെ അപമാനിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുക. അത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കണം. നമ്മളോടൊരു അഭിപ്രായം ചോദിക്കുന്നു, നാം ഒരു അഭിപ്രായം പറയുന്നു. നമ്മോട് അഭിപ്രായം ചോദിച്ചയാൾ അത് കേട്ടതിന് ശേഷം സ്വന്തം അഭിപ്രായത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അപമാനിതരാകുന്നു, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. സ്വന്തമായ അഭിപ്രായമുള്ള ഒരാൾക്ക്, ആഗ്രഹമുള്ള ഒരാൾക്ക്, അതിന്റെ വലയത്തിൽ പെട്ടിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ദൈവം നമ്മുടെ മുൻപിൽ ഒരു സാധ്യത കൊണ്ടെന്ന് വെക്കുകയാണ്, ഒരു പ്രശ്നം കൊണ്ടെന്ന് വെക്കുകയാണ്. അതിന് ഒരു ഉചിതമായ തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കാൻ വ്യക്തിഗതമായി നമ്മുടെ അഭിപ്രായമായി നമ്മുടെ ഉള്ളിൽ ഒന്ന് ഉയർന്നു വരും, അല്ലെങ്കിൽ ഒരു അഭിലാഷം നമ്മൾ രൂഢമൂലമാവും. അപ്പൊ എല്ലാം അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തോട് അഭിപ്രായം ചോദിക്കുന്നു, ദൈവം ഒന്നും സംസാരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് വെളിച്ചം കണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിഹ്നം കണ്ടെന്നോ അതൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കുകയാണ്. അവിടെയൊക്കെ നമ്മുടെ മനസ്സ് വളരെ ഗൂഢമായി ഒരു കളി കളിക്കും. നമ്മൾ പറയുന്ന അഭിപ്രായത്തെ സാധൂകരിക്കും വിധത്തിലാണ് ദൈവം പറഞ്ഞതെന്ന് ചിന്തിക്കാൻ ഇടയാകും വിധമുള്ള ഒരു സൂത്രം നമ്മുടെ മനസ്സ് പ്രയോഗിക്കും. ഏറ്റവും ഒടുവിൽ നമ്മുടെ അഭിപ്രായം ദൈവം മാനിച്ചു എന്ന നിലയ്ക്ക് നമ്മൾ അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. നാം എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ ഒരു അഭിപ്രായത്തിന് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് വേണം എന്ന നിലയ്ക്കാണ്. നിരവധി പേർ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്രകാരം അഭിപ്രായം പറഞ്ഞിരുന്ന സമയങ്ങളിൽ, ആദ്യകാലങ്ങളിൽ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിരുന്ന സമയങ്ങളിൽ ഞാൻ അതിന്റെ അന്തിമ വിശകലനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾക്കെതിരാണെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞ് സ്വന്തം അഭിപ്രായത്തിലേക്ക് പോകും. പിന്നീട് സ്വന്തം അഭിപ്രായം പറയാതെ അവരുടെ അഭിപ്രായത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പറഞ്ഞ് ഒഴിവാകാനാണ് ഞാൻ ശ്രമിക്കാറ്. അതിന്റെ കാരണം ഇതാണ്: നാം പറയുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവർ മാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമയം മെനക്കെടുത്തലാണ്, അല്ലെങ്കിൽ നമ്മെ അവര് പറയുന്ന അഭിപ്രായത്തിന് ഒപ്പിടാൻ നിർബന്ധിക്കുകയാണ്. നമ്മുടെ അഭിപ്രായം വേണ്ടെന്ന് വെക്കാനും ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം സമ്പൂർണമായി കൈവിടാനും കഴിയുമ്പോൾ മാത്രമേ മറ്റൊരാൾ പറയുന്ന അഭിപ്രായത്തിന് നമ്മുടെ ജീവിതത്തിൽ വിലയുണ്ടാവും. ദൈവത്തോട് നമ്മൾ അങ്ങനെ ആലോചന ചോദിക്കുമ്പോൾ സംസാരിക്കാത്തതായി, അല്ലെങ്കിൽ ദൈവം അഭിപ്രായം പറയാത്തതായി നമുക്ക് തോന്നാൻ കാരണം നമ്മുടെ അഭിപ്രായങ്ങളിൽ നാം ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. സ്വന്തം ഇഷ്ടങ്ങളെ കൈവിട്ട് ദൈവത്തിന്റെ സ്വരത്തിനായി നാം കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. സ്വന്തം ഇഷ്ടങ്ങളെ മറികടക്കാത്ത ഒരാൾക്ക് ദൈവസ്വരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കാത്ത ഒരാൾക്ക് ദൈവ ഇഷ്ടത്തെ സ്വീകരിക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ ദൈവം മൗനം പാലിക്കുന്നു, ദൈവം സംസാരിക്കുന്നില്ല, ദൈവം ആ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. നിനക്ക് നിന്റെ വഴി അറിയാം. നിന്റെ വഴി അറിയാമെന്നിരിക്കെ നിന്നോട് ഒരു പുതിയ വഴിയെക്കുറിച്ച് മറ്റൊരാൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിക്കുക എന്നാൽ അതിനോടുള്ള മമത, അതിനുള്ള താല്പര്യം, അതിൽ കെട്ടപ്പെട്ടു പോകുന്ന ആ മനോഭാവത്തെ മാറ്റിവെച്ച് അത് ഉപേക്ഷിച്ച് ദൈവമേ നീ എന്ത് പറയുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയണം. എൻ്റെ ആഗ്രഹം ഇതാണ്:
ഈ ആഗ്രഹം ഞാൻ നിന്റെ സന്നിധിയിൽ ഉപേക്ഷിക്കുന്നു. എനിക്ക് എൻ്റെ സ്വന്തമായ അഭിപ്രായമില്ല, നീ ഒരു അഭിപ്രായം എന്നോട് പറയണമേ. അപ്പോ നമ്മുടെ ഇഷ്ടത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തി നമുക്ക് ലഭിക്കുകയും ആ ശക്തിയുടെ സഹായത്താൽ മാത്രം ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ സങ്കടം ഉണ്ടാവില്ല, പരിതാപം ഉണ്ടാവില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ആലോചന നമ്മെ ഭരിക്കില്ല. അങ്ങനെ ഭരിക്കാത്ത സമയത്ത് ദൈവം നിശ്ചയമായി നമ്മോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ മാത്രമേ ദൈവത്തെ നാം അംഗീകരിക്കുന്നതായി മാനിക്കുന്നതായി ദൈവത്തിന് മനസ്സിലാകൂ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ 100 കുറവുള്ളവരാണ്. സ്വന്തം അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മെ ബലിഷ്ഠമായി കെട്ടിയിടും. അങ്ങനെയുള്ള കെട്ടിയിടലിൽ നിന്ന് വിമോചനം പ്രാപിക്കാതെ അവരുടെ ഇഷ്ടത്തെ മാനിക്കാനോ അവരെ അംഗീകരിക്കാനോ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്? എല്ലാവരും നമ്മുടെ ഇഷ്ടത്തിനായിത്തീരണമെന്നാണ് നമ്മുടെ ആഗ്രഹം, നമ്മൾ പറയുന്നത് പോലെ ആയിത്തീരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് മാറ്റിവെക്കാതെ എങ്ങനെയാണ് ഒരു ജനാധിപത്യം പോലും സാധ്യമാവുക? മറ്റുള്ളവരുടെ സ്വരത്തിന് ഇടം കൊടുക്കാൻ കഴിയണമെങ്കിൽ എന്റെ സ്വരത്തെ എനിക്ക് മാറ്റിവെക്കാൻ പറ്റണം. എന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് ഞാൻ വിമോചനം പ്രാപിക്കുമ്പോൾ 2 തരത്തിലാണ് എനിക്ക് ഉന്നതി ഉണ്ടാവുക. ഒന്ന്, ഞാൻ എന്നെ കൈവിട്ട് അവരെ സ്വീകരിക്കുന്നതിലൂടെ പരസ്നേഹത്തിന്റെ ഒരു ശക്തിയായി എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. രണ്ടാമത്, എന്റെ ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവേഷ്ടത്തിന് ഞാൻ വിധേയപ്പെടുമ്പോൾ നിശ്ചയമായും എന്റെ ജീവിതം ദൈവേഷ്ടത്തിലാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റും. അപ്രകാരം ദൈവം പറയുന്ന വാക്കുകൾക്ക് പൂർണ്ണമായി വില കൊടുത്ത് ജീവിക്കുമ്പോൾ മാത്രമേ ദൈവസ്വരം നമുക്ക് വ്യക്തതയോടെ ശ്രവിക്കാനും അത് അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയും. ദൈവവചനം നമ്മോട് പറയുന്നത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനാണ്. ഈശോ സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ചാണ് പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നത്. ഫിലിപ്പിയർലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള ആത്മാവോടുകൂടി അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു. സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ദാസൻ എന്ന പദത്തിന് പകരം ഇംഗ്ലീഷ് ബൈബിളിൽ സ്ലേവ് എന്നാണ് ഉപയോഗിക്കുക. എന്റെ ഇഷ്ടം ഉപേക്ഷിക്കുക, സമ്പൂർണമായി ഒരു താല്പര്യവും ഒരു മമതയും ഒന്നിനോടും പുലർത്താതെ ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നു. ആ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ക്രിസ്തു യഥാർത്ഥത്തിൽ വിജയം വരിക്കുന്നത് അവനവനിൽ തന്നെയാണ്. നമുക്ക് ഉയർക്കേണ്ടത് നമ്മിൽ നിന്നാണ്, നമ്മുടെ ബന്ധനത്തിൽ നിന്നാണ്. ഞാനെന്ന ബോധ്യത്തിന്റെ എന്റെ ഇഷ്ടത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു കിടക്കാതെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എനിക്ക് സാധ്യമല്ല. അപ്രകാരം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ എല്ലാവരോടും സ്നേഹത്തിൽ നിലനിൽക്കാൻ എനിക്ക് കഴിയും, അല്ലാതെ സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അവരെന്നെ മാനിക്കാനും അംഗീകരിക്കാനും അവരന് വേണ്ടി ജീവിതമർപ്പിക്കാനും ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാകുന്ന ഈ ലളിതമായ ഉപേക്ഷയുടെ സമർപ്പണത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ കഴിയണമെന്ന നിലയ്ക്കാണ് കഴിഞ്ഞ ഭാഗത്ത് സംസാരിച്ചത്.